എല്ലാവർക്കും ഹാലലിയ ന്യൂസിലേക്ക് സ്വാഗതം. കേരളത്തിലെ BJPയുടെ കാര്യം വലിയ കഷ്ടമാണ്. കേരളത്തിൽ എന്തെങ്കിലും രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കണമെങ്കിൽ ക്രൈസ്തവരെ കൂടെ നിർത്തണമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അതിനാവശ്യമായ പദ്ധതികളൊക്കെ വളരെ വിദഗ്ധമായി അവർ കാലാകാലങ്ങളിൽ ഉണ്ടാക്കാറുമുണ്ട്. എന്നാൽ നാരായണത്ത് ഭ്രാന്തൻ കല്ലുരുട്ടി മലമുകളിൽ കയറ്റുന്നത് പോലെ തത്രപ്പെട്ട് മുകളിൽ വരെ എത്തുമ്പോൾ സകലവും കൈവിട്ടു പോകുന്ന അവസ്ഥയാണുള്ളത്. ആദ്യം ലവ് ജിഹാദ് എന്നൊക്കെ മാക്സിമം പെരുപ്പിച്ച് മുസ്ലിം വിരുദ്ധത കത്തിച്ച് ചുക്കെന്താ ചുണ്ണാമ്പെന്താന്നറിയാത്ത കുറേ വിവരദോഷികളായ ക്രൈസ്തവരെ കൂടെ കൂട്ടി. പിന്നീട് കേക്കും ഈടിയും കയ്യൂക്കുമൊക്കെ കാണിച്ച് മടിയിൽ കനമുള്ള ബിഷപ്പുമാരെയും കൂടെ കൂട്ടി. അങ്ങനെ ഒരുവിധം വിജയിച്ചു വരുമ്പോഴാണ് മണിപ്പൂരിൽ ക്രിസ്ത്യാനികൾക്കെതിരെ കലാപമുണ്ടായതും പ്രധാനമന്ത്രിയും BJPയും അവിടുത്തെ ഭരണകൂടവും പ്രതിക്കൂട്ടിലായതും. അതങ്ങ് മണിപ്പൂരിലായതുകൊണ്ട് കേരളത്തിലെ ക്രൈസ്തവർക്ക് അതൊന്നും ബാധകമല്ല എന്നുള്ള നിലയിലാണ് കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിക്കപ്പെട്ടത്. തന്നെയുമല്ല, അവിടെ രണ്ട് ഗോത്രങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ്, അത് ക്രൈസ്തവ വിരുദ്ധമൊന്നും അല്ലെന്നൊക്കെ പറഞ്ഞു പഠിപ്പിക്കാനും ശ്രമിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മുനമ്പത്തെ വിഷയം കിട്ടുന്നത്. മുനമ്പം കത്തിക്കാവുന്നതിൻ്റെ അത്രയും നന്നായിട്ട് കത്തിച്ചു. BJP അല്ലാതെ വേറൊരു രക്ഷാമാർഗമില്ലെന്ന് മുനമ്പംകാരെ കൊണ്ട് പറയിച്ചു. അവിടെ പ്രകടനവും പ്രസംഗവും നടത്താവുന്നതെല്ലാം നടത്തി. പക്ഷേ അവസാനം മല എലിയെ പ്രസവിച്ചതുപോലെ പാർലമെൻറ്റിൽ ബില്ല് അവതരിപ്പിച്ചു. ആർക്കും ഒരു പ്രയോജനം ഉണ്ടായുമില്ല. അന്നേരമാണ് മുനമ്പക്കാർക്ക് മനസ്സിലായത് ഇത് തങ്ങളെ ശരിക്കും ഒരു ട്രാപ്പിലാക്കുകയായിരുന്നു എന്നുള്ളത്. ഇപ്പോൾ അതിനെക്കുറിച്ച് ആരും ഒന്നും മിണ്ടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ മുനമ്പം കത്തിച്ച് ക്രിസ്ത്യാനികളെല്ലാം BJPക്കാരും RSSും ഒക്കെ ആയി മാറുന്ന ഒരു സാഹചര്യത്തിലാണ് RSSൻ്റെ മുഖപത്രം ഓർഗനൈസർ ഒരു പണി കൊടുത്തത്. അത് നേരിട്ട് കത്തോലിക്ക സഭയ്ക്കിട്ടാണ് പണി വന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭൂസ്വത്തുള്ളത് കത്തോലിക്ക സഭയ്ക്കാണെന്നാണ് അവർ വെടിപൊട്ടിച്ചത്. അതോടെ RSSൻ്റെ യഥാർത്ഥത്തിലുള്ള ഉള്ളിലിരിപ്പ് എന്താണെന്ന് ഏറെക്കുറെ കത്തോലിക്ക സഭയ്ക്ക് പിടികിട്ടി. എന്നിട്ടും നേരം വെളുക്കാത്ത ആളുകളുണ്ട്. അങ്ങനെ BJP ആകപ്പാടെ ബുദ്ധിമുട്ടിയിരിക്കുമ്പോൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ അവരതിനെയൊക്കെ മറികടക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി. അപ്പോഴാണ് ബജ്രംഗ് ദളിൻ്റെ നേതൃത്വത്തിൽ ഛത്തീസ്ഗഡ് വഴി ഏറ്റവും വലിയൊരു ടോർപ്പിഡോ വന്നത്. ദുർഗിൽ കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു, അതും മലയാളികളായിപ്പോയി. കത്തോലിക്കർക്ക് മിണ്ടാതിരിക്കാൻ ഒക്കുമോ? വിശ്വാസികളെല്ലാം BJPക്കെതിരായി, സഭാ നേതൃത്വത്തിനെതിരായി. അപ്പോൾ സഭാ നേതൃത്വവും BJPക്കെതിരായി. പെട്ടെന്ന് കന്യാസ്ത്രീകളെ ജയിലിൽ നിറക്കാനായി വിയർത്തൊലിച്ച് നടന്നവരുടെ കൂട്ടത്തിൽ ഈ BJP നേതാക്കളും എല്ലാം ഉണ്ടായിരുന്നു. എങ്കിലും അഭിമാനബോധമുള്ള ക്രൈസ്തവർക്ക് ഇനി ഒരിക്കലും BJPയെയും RSSനെയും വിശ്വസിക്കാനാവാത്ത നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നു. അങ്ങനെയൊക്കെയാണെങ്കിലും അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കാനൊക്കത്തില്ലല്ലോ. രാജീവ് ചന്ദ്രശേഖർ പഠിച്ച പണി 18 നോക്കി, അരമനകളിലെല്ലാം എത്തി. മാത്രവുമല്ല, RSSൻ്റെ പ്രവർത്തകരെയൊക്കെ വിളിച്ച് സ്റ്റഡി ക്ലാസ് വരെ അരമനകളിൽ വെച്ച് കൊടുക്കുവാനുള്ള പദ്ധതികളും ഒരുക്കി. അന്നേരം ഇതാ കേസരിയുടെ നേതൃത്വത്തിൽ അടുത്ത പണി വരുന്നു. RSSൻ്റെ പ്രസിദ്ധീകരണമാണല്ലോ കേസരി. രൂക്ഷമായ ഭാഷയിലാണ് കേസരിയിൽ ക്രൈസ്തവർക്കെതിരെ ലേഖനം വന്നത്. അതോടെ കത്തോലിക്ക സഭയ്ക്കും ക്രൈസ്തവർക്കും ഈ കാര്യങ്ങളൊക്കെ എവിടേക്കാണ് പോകുന്നതെന്ന് മനസ്സിലായിട്ടുണ്ട്. അതിൻ്റെ പ്രതിഫലനം എന്നുള്ള നിലയിൽ കത്തോലിക്ക സഭയുടെ പ്രസിദ്ധീകരണമായ ദീപിക പത്രത്തിൽ, പാരമ്പര്യമുള്ള പത്രമാണ്, ദീർഘകാലമായി അവർ കത്തോലിക്കരുടെയെങ്കിലും മനസ്സൊന്ന് മാറ്റിയെടുക്കാനായിട്ട് നന്നായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായ റിപ്പോർട്ടിങ്ങും അനലൈസിങ്ങും എഡിറ്റോറിയലും ഒക്കെ നിരന്തരമായിട്ട് അവരെഴുതുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഇന്നത്തെ ദീപിക പത്രം വളരെ മനോഹരമായിരിക്കുന്നു. കേസരിയിൽ വന്ന ആ ആർട്ടിക്കിളിനെ അതിൻ്റെ പ്രാധാന്യത്തോട് തന്നെ അതിശക്തമായ ഭാഷയിൽ അവർ വിമർശിച്ചിട്ടുണ്ട്. 1-ാം പേജ് നിങ്ങളൊന്ന് കാണുക. ക്രൈസ്തവർക്കെതിരെ RSSൻ്റെ ആസൂത്രിത നീക്കമെന്നുള്ള ലീഡ് ന്യൂസാണ് ഇന്നത്തെ പത്രത്തിലുള്ളത്. മാത്രമല്ല, അതിൻ്റെ മുകളിൽ മറ്റൊരു വാർത്ത കൂടെയുണ്ട്, മറന്നു പോകരുത്. ഛത്തീസ്ഗഡിൽ ക്രൈസ്തവർക്ക് നേരെ വീണ്ടും ആക്രമണം. ഛത്തീസ്ഗഡിലെ ഒരു പെന്തക്കോസ്ത് സഭയിൽ ഇന്നലെ ഞായറാഴ്ച ബജ്രംഗ് ദൾ നടത്തിയ അതിക്രമത്തെക്കുറിച്ചുള്ള വാർത്തയാണത്. ഇതുമാത്രമല്ല, അതിശക്തമായ ഒരു എഡിറ്റോറിയൽ ഇന്നത്തെ ദീപികയിലുണ്ട്. അതിൻ്റെ ചില ഭാഗങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. ക്രൈസ്തവരെ ചാരി ഭരണഘടനയെ വെട്ടണ്ട എന്നുള്ളതാണ് അതിൻ്റെ ടൈറ്റിൽ. എഡിറ്റോറിയൽ ഇങ്ങനെ തുടരുന്നു: ക്രൈസ്തവർ ആഗോളതലത്തിൽ എന്ന പോലെ രാജ്യത്തിനും ഭീഷണിയാണെന്നും ജാഗ്രത പാലിക്കണമെന്നും ധ്വനിപ്പിക്കുന്ന വിഷലിപ്ത ലേഖനം
സംഘപരിവാറിൻ്റെ പോഷക സംഘടനകളിൽ ഒന്നിൻ്റെ നേതാവ് RSS പ്രസിദ്ധീകരണത്തിൽ എഴുതിയതിൽ അതിശയോക്തിയില്ല. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് മാറി നിന്ന് ബ്രിട്ടീഷുകാരുടെ ഭിന്നിപ്പിക്കൽ തന്ത്രത്തിന് എണ്ണയിട്ട് കൊടുത്ത വർഗീയ പ്രസ്ഥാനം ദേശസ്നേഹികൾ സാമ്രാജ്യത്വത്തെ ആട്ടിപ്പായിച്ചതിനു ശേഷവും അതേ പണി തുടരുകയാണ്. അടുത്തയിടെ BJP സംസ്ഥാനങ്ങൾ മൂർച്ച കൂട്ടിയ മതപരിവർത്തന നിരോധന നിയമങ്ങൾ ഭരണഘടനാ വിരുദ്ധവും കോടതിയിൽ ചോദ്യം ചെയ്യേണ്ടതുമാണെന്ന പ്രതികരണങ്ങളാകാം ഇപ്പോഴത്തെ പ്രകോപനം. ആഗോള മതപരിവർത്തനത്തിൻ്റെ നാൾവഴികൾ എന്ന ലേഖനം ഇഴഞ്ഞ് അവസാന വരികളിലേക്ക് എത്തുമ്പോഴാണ് വിഷദംശനം. കേസരിയിലെ വാക്കുകൾ ഇവിടെ എടുത്തെഴുതുകയാണ്. വേണ്ടി വന്നാൽ ഭരണഘടന ഭേദഗതി ചെയ്യണം, അതാണ് പ്രധാന കാര്യം. ക്രൈസ്തവരെ ചാരി ഭരണഘടനയെ വെട്ടാനുള്ള കുതന്ത്രമാണിത്. കേരളത്തിൽ ക്രൈസ്തവരുടെ തോളിലേക്ക് കൈനീട്ടി നിൽക്കുന്ന BJPയുടെ മറുകൈ എവിടെയാണെന്ന് മനസ്സിലാക്കാത്തവർക്കും മനസ്സിലായില്ലെന്ന് നടിക്കുന്ന ഇടനിലക്കാർക്കും മതരാഷ്ട്ര മനുസ്മൃതി സ്വപ്നങ്ങൾ തുടരാം. ദീപിക വളരെ വ്യക്തമായി പറയുകയാണ്. കേസരിയിലെ വാചകങ്ങൾ ദീപിക എടുത്ത് ഉദ്ധരിക്കുന്നു. 125-ലധികം രൂപതകളിലായി പുരോഹിതന്മാരും കന്യാസ്ത്രീകളും വിദേശപാതിരിമാരും പ്രചാരണവും പരിവർത്തനവും ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നു. 28,000-ലധികം പള്ളികൾ, 11,000 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, 1000-ലേറെ കോളേജുകൾ, 10,000-ലധികം ഹോസ്റ്റലുകൾ എന്നിവ പ്രവർത്തിപ്പിക്കുന്നു. ഇത് കേസരിയിലെ വാക്കുകളാണ്. ലേഖകൻ വിശദീകരിക്കുന്നുണ്ട്. ഈ കണക്കുകളുടെ യാഥാർത്ഥ്യം എന്തുമാകട്ടെ, ക്രൈസ്തവർ നടത്തുന്ന ആശുപത്രികളിൽ ചികിത്സ തേടിയ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിച്ച, അവിടെ തന്നെ മക്കൾക്ക് പഠിക്കണമെന്ന് ശാഠ്യം പിടിക്കുന്ന BJP നേതാക്കളോടെങ്കിലും മതം മാറിയോ എന്ന് അന്വേഷിക്കാമായിരുന്നു, ദീപിക ചോദിക്കുന്നു. ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളിൽ ഹിന്ദുമത പ്രചാരണം നടത്തുന്നതും ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്നതുമൊക്കെ വിശകലനം ചെയ്യാമായിരുന്നു. അതൊക്കെ എങ്ങനെയാണ് RSSൻ്റെ പത്രത്തിൽ വിശകലനം ചെയ്യുവാൻ സാധിക്കുക? ഹാലലിയ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ, നിങ്ങൾക്ക് കണ്ടിട്ടില്ലാത്തവർക്ക് അത് കാണാവുന്നതാണ്. വിദേശ ഫണ്ടിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്ന ലേഖകൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിദേശ ഫണ്ട് എത്തുന്ന ഹൈന്ദവ കേന്ദ്രങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നില്ല. ദീപികയുടെ എഡിറ്റോറിയൽ ചൂണ്ടിക്കാണിക്കുന്നു. അതായത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിദേശ ഫണ്ട് വരുന്നത് ഒരു ക്രിസ്തീയ പ്രസ്ഥാനത്തിനുമല്ല, ഇവിടുത്തെ ഹൈന്ദവ മിഷൻ സംഘടനകൾക്ക് തന്നെയാണ് എന്ന് ദീപിക ശക്തമായി ഓർപ്പിക്കുന്നു. ലേഖകൻ്റെ നുണ മുഴുവൻ ഇവിടെ പകർത്താനാവില്ലെങ്കിലും ചിലതുകൂടി സൂചിപ്പിക്കാതെ വയ്യ. ഓരോ പ്രദേശത്തും പ്രാദേശിക ഭാഷകളെ ഇല്ലാതാക്കി അവിടെയൊക്കെ ഇംഗ്ലീഷ് ഭാഷ കൊണ്ടുവരിക എന്നത് അവരുടെ ബ്രാക്കറ്റിൽ മിഷണറിമാരുടെ പരിപാടിയായിരുന്നു. കേസരി പറയുകയാണ്, പ്രാദേശിക ഭാഷകളെ ഇല്ലാതാക്കിയിട്ട് മിഷണറിമാർ ഇംഗ്ലീഷ് ഭാഷ അവിടെ എല്ലാം കൊണ്ടുവന്നുവെന്ന്. അടുത്ത വാക്യത്തിൽ ഇതിന് നേരെ വിപരീതവും എഴുതിയിരിക്കുന്നത് ദീപിക ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കേസരിയിൽ എഴുതിയിരിക്കുകയാണ്, മതപരിവർത്തനം ത്വരിതപ്പെടുത്താനായി അത് പ്രാദേശിക ഭാഷകളിൽ നിഘണ്ടുക്കൾ പ്രസിദ്ധീകരിച്ചു. അപ്പം പ്രാദേശിക ഭാഷകൾ ഒഴിവാക്കാൻ വേണ്ടി ഇംഗ്ലീഷ് കൊണ്ടുവന്നവർ തന്നെ പ്രാദേശിക ഭാഷകളെ വളർത്തിയെടുക്കാനായി നിഘണ്ടുക്കൾ പ്രഖ്യാപിച്ചുവെന്ന അതേ ലേഖനത്തിൽ എഴുതിയിരിക്കുക. അപ്പോൾ ഈ RSSന് തന്നെ, അതിൻ്റെ എഴുത്തുകാർക്ക് തന്നെ എന്താണ് പറയുന്നതെന്ന് ഒരു ബോധവുമില്ലെന്നുള്ള കാര്യം വളരെ കൃത്യമായി ദീപിക എടുത്തെഴുതുകയാണ്. അവസാന പാരഗ്രാഫിലേക്ക് വരുമ്പോൾ, കേരളത്തിൽ മാത്രം ക്രൈസ്തവരെ തുല്യ പൗരന്മാരായി കാണുന്ന BJP ഇതിനൊക്കെ മറുപടി പറയുകയോ പറയാതിരിക്കുകയോ ചെയ്യട്ടെ. വിജയിച്ചാലും ഇല്ലെങ്കിലും ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യമിട്ട് BJP സംസ്ഥാനങ്ങൾ പാസ്സാക്കുന്ന മതപരിവർത്തന നിരോധന നിയമങ്ങളുടെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട്. രാജസ്ഥാനിൽ ദിവസങ്ങൾക്ക് മുൻപ് പാസ്സാക്കിയ ബില്ലിൽ ജീവപര്യന്തം തടവ്, 1 കോടി രൂപ വരെ പിഴ, സ്വത്ത് കണ്ടെത്തൽ എന്നിവയൊക്കെ ഉണ്ട്. അതേസമയം ഹിന്ദുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യിക്കുന്നവർക്ക് ശിക്ഷയില്ലതാനും. തീർന്നില്ല, ഈ നിയമത്തിനോ അതുപ്രകാരം സ്ഥാപിച്ച ഏതെങ്കിലും ചട്ടത്തിനോ ഉത്തരവിനോ അനുസൃതമായി സതുദ്ദേശത്തോടെ സ്വീകരിച്ച നടപടികളുടെ പേരിൽ ഏതെങ്കിലും അധികാരിക്കോ ഉദ്യോഗസ്ഥനോ പരാതിക്കാരനോ എതിരെ ഒരു നിയമ നടപടിയുമില്ല. ഉത്തരാഖണ്ഡിൽ സ്വന്തം മതത്തെ മഹത്വവൽക്കരിക്കുന്നത് പോലും പ്രലോഭനങ്ങളായി കണക്കാക്കും. ഇമെയിലിലോ സാമൂഹ്യ മാധ്യമങ്ങളിലോ വഴിയുള്ള സന്ദേശങ്ങൾ പോലും
കുരുക്കാകുമെന്ന് വിദഗ്ധരുടെ വിലയിരുത്തൽ. ഇന്ത്യൻ ഭരണഘടനയോടുള്ള വെല്ലുവിളിയല്ലാതെ മറ്റെന്താണിത്? ബ്രിട്ടീഷുകാരെയും ഹിന്ദുത്വയെയും ഒരുപോലെ എതിർത്ത് സ്വാതന്ത്ര്യം നേടിത്തന്ന ദേശീയ നേതാക്കളുടെ പിന്മുറക്കാർക്ക് ഭിന്നിപ്പിക്കൽ തന്ത്രങ്ങൾക്ക് മുൻപിൽ അടിയറവ് പറയുവാനാകുകയില്ല. രാജ്യത്തെ മതരാഷ്ട്രമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മാത്രം സംപൂജ്യവും മറ്റുള്ളവർക്ക് ജാത്യാധിഷ്ഠിത നീച നിയമങ്ങളുടെയും സ്ത്രീവിരുദ്ധതയുടെയുമൊക്കെ കറുത്ത പുസ്തകവുമായി മാറിയ മനുസ്മൃതിയല്ല, അത് കത്തിച്ചവരുടെ മുൻകൈയിൽ രൂപം കൊണ്ട ഇന്ത്യൻ ഭരണഘടനയാണ് ജീവശ്വാസം. മതപരിവർത്തന നിരോധന നിയമങ്ങൾ ചോദ്യം ചെയ്യപ്പെടണം. ദീപിക അതിശക്തമായി എഡിറ്റോറിയലിലൂടെ വ്യക്തമാക്കുന്നു.